ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഈ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ റീച്ച് കിട്ടിയ വീഡിയോസ് ഉണ്ടാവില്ല, അതിൻ്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടോടുകൂടി കാണണം. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ആ ഒരു രീതിയിൽ പ്രയത്നിച്ചാൽ എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും നടക്കില്ല എന്ന് മണ്ടത്തരം പറയില്ല നീ. എന്നാൽ ഒരു ദിവസം രാത്രി 9 മണിക്ക് മുന്നേ കടന്നുറങ്ങാൻ പറ്റുമോ? കണക്ക് അത് പറ്റില്ല. ഒരു 2000 ഉണ്ടാവോ? എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്റെ പൊന്നളിയാ, 1000 ഉറുപ്പ്യ തികച്ച് കണ്ടിട്ട് കാലം എത്രയെന്ന് അറിയോ? ഇന്നലെ എന്നിട്ട് കാണാനുള്ള പൂതി കാരണം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക ചെയ്ത് ഞാനേ ഇവിടെ അവലിങ്ങഞ്ഞി പരുവത്തിലിരിക്കുന്നത്. അപ്പോഴാ 2000. ഷോ ആണല്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ വേണമായിരുന്നു. എന്തത്ര അത്യാവശ്യം? അത് ഞാൻ പറയാം. നിന്റെ ഇപ്പം എത്ര ഉണ്ടാവും? കയ്യിലൊന്നുമില്ല, അക്കൗണ്ടിൽ നിന്നുള്ളിൽ പറിക്കാൻ ഒരു 500 കാണും. എന്നാ നീ 500 ഒന്ന് അയക്കി, അത്യാവശ്യം ആയതുകൊണ്ടാടാ. അത് ഞാൻ അയച്ചു തരാം. എന്നാ വേഗം പെട്ടെന്ന് അയക്കേ. ആടാ ഈ ഗാലക്സി വിട്ടു പോയിരിക്കുന്നു. ഇനി ജന്മത്ത് കിട്ടുമെന്ന് ദോശയും ചട്നി അടിച്ചു വിടല്ലേനോ. ഇന്നലെ സമയത്ത് നമ്മള് സലീമാക്കന്റെ കടയില് നല്ല അവിൽ മിൽക്കും പപ്സും കഴിച്ചിരിക്കല്ലേനോ. ഇനി അടുത്ത മാസേ പറ്റുള്ളൂ. ഇന്നലെ ഈ സമയത്തൊക്കെ നമ്മള് നല്ല ബിരിയാണിയും കഴിച്ച് നല്ല നാരങ്ങ സോഡയും കുടിച്ചിരിക്കാനും. ഇപ്പൊ ഒരു മാസം കഴിയണ്ടേ. ഇന്നലെ ഈ സമയത്ത് നമ്മള് നല്ല ഷവർമയും ഷാർജ ബെസ്റ്റ് പറഞ്ഞതാണോ. ഞാനിവിടെ ആകെ കയ്യിൽ പോയിട്ട് പ്രാന്ത് പിടിച്ചിരിക്കണം. അതിന്റെ ഇടയിൽ ഷവർമയും ഷാർജയും പോടാ ബാങ്ക് കൊടുക്കാനായിണ്ടാവില്ലേ. ഇന്നലെ ഈ സമയത്തൊക്കെ നമ്മളെ നല്ല മറക്കുവോ. നല്ല ക്ലിയർ ഉണ്ട് അല്ലേ? എയർപോർട്ടിലാണ് സംസാരിക്കണേ. ചില്ലറ വിലയുള്ള സാധനം തന്നെ. എന്നായിക്കോട്ടെ, വിളിക്കാം. ഓക്കെ ശരിയാത്ത നിക്കട്ടോ. ഇതൊന്നും വരട്ടെ. ഈ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടായി. നിങ്ങൾ പറയണൊന്നും കേൾക്കൂല. പടച്ചമ്പുരാനെ, ചിത്രകാലം ദുബായിൽ നിന്നിട്ട് വയറ് പൊട്ടി ഹെഡ്സെറ്റ് എപ്പോഴും നടക്കുന്നത്. ഒരു പണിയില്ലാതെ അബുക്കൊക്കെ വരേണ്ട വയറുള്ള ഹെഡ്സെറ്റ്. ഇതെന്തേ ഒരു കാര്യം ചെയ്താൽ ദുബായി നിർത്തിക്കാണ്ട് വല്ല കൂലിപ്പണിക്ക് പോയിക്കളാം. നമ്മുടെ നാട്ടിൽ വെക്കാനായിട്ടില്ല തേങ്ങാക്കൊല. സലീമൊക്കെ പറയും നിങ്ങളെ കാര്യം ഞാൻ മറക്കും. ശങ്കരനല്ലാതെ വേറെ ഒരുത്തരം നിർത്താൻ പറ്റൂല. നിർത്തിയാൽ ശങ്കരൻ പൊട്ടും. സാർ, ഈ ശങ്കരന് ഒരു പിണ്ണ തൈലവും അറിയില്ല. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എല്ലാം അറിയാം. അതുകൊണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണം. കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയേണ്ട കാര്യമില്ല, ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയണം. ഇവിടെ പഠിക്കുന്ന ഗേൾസിനെ കുറിച്ച് ശങ്കരൻ ചോദിച്ചു നോക്ക്. അവന്റെ ജാതകം ഉൾപ്പെടെ തുപ്പ ശങ്കര. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഇതൊരു ഡെമോക്രാറ്റിക് സ്കൂളായിട്ട് മാറ്റും. കണ്ടാ സാർ അവന്റെ അഹങ്കാരം. താമരാക്ഷ മെമ്മോറിയൽ ഈ സ്കൂളിന്റെ പേര് മാറ്റി ഡെമോക്രാറ്റിക് സ്കൂൾ ആക്കുമെന്ന്. വേണ്ടോ? ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാത്തിനും നല്ല വിവരമുണ്ട്. ശങ്കരൻ, തനിക്ക് എന്താണ് പറയാനുള്ളത്? കൊല്ലാനാവും, പക്ഷെ തോപ്പിക്കാനാവില്ല. മാങ്ങാണ്ടി ഒരു സ്റ്റേജിൽ കയറി 10 ആളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഈ ശങ്കരന് പറ്റില്ല. ബട്ട് അയക്കാൻ 10 പേർക്ക് സംസാരിക്കാൻ പറ്റൂലായിരിക്കും, പക്ഷെ 10 പേരെ തെറി വിളിക്കാൻ ശങ്കരന് പറ്റും. ശങ്കര എടാ പാണ്ടി കരിമ്പാറ പൂക്കാവടി. ശങ്കരൻ, നിങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. സാറേ, ആരെ പേടിപ്പിക്കണം? കൊറേ ചോര കണ്ട് വളർന്നതാണേ. ആരെ ചോര? ഹോസ്റ്റലിലെ കൊതുകിന്റെ ചോര. സാറേ, നമ്മളെ ക്ലാസ്സിൽ എന്നാ പത്തി കണ്ടാ പക്കതു. എന്നിട്ട് പത്തിക്കൊന്നും പത്തിയാ പോതാവതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പത്തിയെ കണ്ട ഒരു കല്ലെടുത്തെറിഞ്ഞാ മതിയെന്ന്. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തത്. വെറുതെ കണ്ട പത്തിയെ കല്ലെടുത്തെറിഞ്ഞ് അതിന്റെ കൊത്തങ്ങ മൂല കടത്തിട്ടോണ്ട് പോയതാ പത്തി. ഏതാ നീ എന്നെയാ പത്തിന്ന് വിളിച്ച? അല്ല, നിന്ന് ഞാൻ പത്തിന്ന് വിളിക്കുന്ന പത്തി അതിനെന്ന് വിളിച്ച. അങ്ങനാണെങ്കിൽ ഓക്കെ. ഇതാ ടീച്ചർ കുറെ പതിപ്പിത്ത് കേട്ടാ. നീ കുറെ പതിക്കാവുന്നത്. ടീച്ചർ പതിപ്പിച്ചതല്ല, നീ എനിക്ക് പതിപ്പിച്ച് തന്നേതാ. എന്നെ കണ്ടിട്ട് അത്രയ്ക്ക് കഴിവുള്ളതായിട്ട് നിനക്ക് തോന്നുന്നതാ സുബുദു? കഴിവില്ലാന്ന് അറിയാം, എന്നാലും നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ തോറ്റത്. നിന്റെ ഒരു തണ്ടിലല്ലേ പത്തി കത്തുള്ളൂ, മറ്റേ തണ്ടിലെ ഞാൻ പെൻസിൽ കുത്തി കത്തും. പിന്നെ എന്നെ പാത്തു തിരക്കി എന്തിന്? അവളെ ഭാരതീയ പദമുള്ള സ്കീലെ കാണാനുള്ളതാണ്. നീ എത്തനാ അവളെ സംശയം. അപ്പൊ നീ എന്താ പറഞ്ഞ്? ഞാൻ പറഞ്ഞു വെറുതെ എന്താ കൂത്താന്ന് സംശയിക്കല്ലേ പാത്തൂന്ന്. സംശയിക്കേണ്ട കാര്യമല്ല, അത് ഉറപ്പായിട്ടും സുബുവിന്റെ ബാഗിൽ തന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞു. പക്കതു ഏതാ സുബുദു നീ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.